ഓക്കെ, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ബേസിക് ലിനക്സ് കമാൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് തന്നെ പോകാം. ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സാധാരണത്തേക്കാൾ കൂടുതൽ കുറച്ച് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. സോ നമ്മൾ ഇതിൽ നോക്കാനുള്ളത് മിനിമം നമുക്ക് MKDER, CP, MB, grep തുടങ്ങിയ കമാൻഡ്സുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്യൂഡോ എന്ന കമാൻഡാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. സ്യൂഡോ എന്നത് നമ്മുടെ സൂപ്പർ യൂസറായിട്ട് നമുക്ക് പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ആഡ് യൂസർ എന്ന് നമ്മൾ കൊടുക്കുന്ന ഈ കമാൻഡ് നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സൂപ്പർ യൂസറിൻ്റെ പ്രിവിലേജ് നമുക്ക് വേണം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർക്ക് റൂട്ട് യൂസറിൻ്റെ പ്രിവിലേജ് കിട്ടാനാണ് നമ്മൾ സ്യൂഡോ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്യൂഡോ ആഡ് യൂസർ ടെസ്റ്റ് യൂസർ എന്ന പുതിയ യൂസറിനെ ആഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ഓൾറെഡി ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ആ ഒരു യൂസർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ യൂസറിനെ ഡിലീറ്റ് ചെയ്യണം. യൂസർ ഡെൽ എന്നാണ് അതിനുള്ള കമാൻഡ്. യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ യൂസർ ഡെൽ എന്നാണ് കമാൻഡ്. അവിടെ -6 കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടെസ്റ്റ് യൂസറിൻ്റെ എല്ലാ ഫയലും ഡിലീറ്റ് ചെയ്യാൻ ആണ് അവിടെ പറയുന്നത്. അല്ല, അവിടെ 6 കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് യൂസറിൻ്റെ ഫയൽസ് സിസ്റ്റത്തിൽ തന്നെ കിടക്കും. അതിൻ്റെ ഡെസ്ക്ടോപ്പൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്യൂഡോ ആഡ് യൂസർ ടെസ്റ്റ് യൂസർ എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യും, പുതിയ ഒരു യൂസർ എന്ത് ചെയ്തു തന്നു, നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യാനാണ്. സ്യൂഡോ എന്ന കമാൻഡ് അടിച്ചതിന് ശേഷം ഗ്രൂപ്പ് ആഡ് എന്നതാണ് അതിനുള്ള കമാൻഡ്, അതായത് പുതിയ ഗ്രൂപ്പ് ആഡ് ചെയ്യാനുള്ളത്. അതിനുശേഷം നെറ്റ്വർക്ക് അഡ്മിനും ക്രിയേറ്റീവ് സ്റ്റുഡൻറ്റ് എന്ന 2 ഗ്രൂപ്പുകൾ ഞാൻ ആഡ് ചെയ്തു. ഇനി ഒരു യൂസറിൻ്റെ ഏതൊക്കെ ഗ്രൂപ്പിൽ മെമ്പറാണ് എന്നറിയാൻ വേണ്ടി ഗ്രൂപ്പ്സ് ടെസ്റ്റ് യൂസർ, അതായത് യൂസർ നെയിം എന്താണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഗ്രൂപ്പിൽ ആ യൂസർ മെമ്പറാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഗ്രൂപ്പിലേക്ക് ഒരു യൂസറിനെ ആഡ് ചെയ്യാമെങ്കിൽ സ്യൂഡോ യൂസർ മോഡ് -8g ക്രിയേറ്റീവ് സ്റ്റുഡൻറ്റ് ഏതാണോ ഗ്രൂപ്പ്, അതിനുശേഷം യൂസർ നെയിം, ഏത് യൂസർ നെയിമാണോ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡായി വരുന്നത് കാണാം. ഇപ്പോൾ ക്രിയേറ്റീവ് സ്റ്റുഡൻറ്റ് എന്നതിലേക്ക് ആഡായി. അതിനുശേഷം ഞാൻ നെറ്റ്വർക്ക് അഡ്മിൻ എന്നതിലേക്കും ടെസ്റ്റ് യൂസറിനെ ഗ്രൂപ്പിലേക്കും ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഗ്രൂപ്പ്സ് ടെസ്റ്റ് യൂസർ അടിച്ചപ്പോൾ നെറ്റ്വർക്ക് അഡ്മിൻ ക്രിയേറ്റീവ് സ്റ്റുഡൻറ്റ് കിട്ടി. അതേപോലെ തന്നെ സ്യൂഡോ ഗ്രൂപ്പിലേക്കും, അതായത് സ്യൂഡോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് സ്യൂഡോ. ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് 2 അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ 2 യൂസറിനെയും സ്യൂഡോ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ സ്യൂഡോ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കിട്ടും, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് കിട്ടും. സോ SU എന്നതാണ് അടുത്ത കമാൻഡ്, സ്വിച്ച് യൂസർ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇതിലേക്ക് നമ്മൾ ഏത് കമാൻഡ് വെച്ച്, സ്വിച്ച് യൂസർ വെച്ച് SU ടെസ്റ്റ് യൂസർ എന്ന കമാൻഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ടെസ്റ്റ് യൂസർ എന്ന നമ്മുടെ യൂസറിലേക്ക് നമ്മൾ കയറി. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ ടെസ്റ്റ് യൂസറിൻ്റെ അകത്താണ് ഉള്ളതെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്ടറി നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഉള്ള ഡയറക്ടറി എന്ന് പറയുന്നത് ഹോമിലാണ്, ലാബിൻ്റെ ഹോമിലാണുള്ളത് അല്ലേ. ഞാൻ അവിടുന്ന് ചേഞ്ച് ഡയറക്ടറി അടിച്ച് തിരിച്ച് പോയി ടെസ്റ്റ് യൂസറിൻ്റെ ഹോം ഡയറക്ടറിയിലേക്ക് കയറുന്നു. ഹോം ഡയറക്ടറിയിലേക്ക് കയറിയതോടുകൂടി നമുക്ക് എന്ത് കിട്ടും, ഒരു എയ്ഡ് സിമ്പിൾ നമുക്ക് കിട്ടും ഡോളറിന് മുമ്പുള്ള. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് യൂസറിൻ്റെ ഹോം ഡയറക്ടറിയിലാണ്. അവിടെ ലിസ്റ്റ് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം അതിൽ ഡെസ്ക്ടോപ്പായിട്ട് ഞാൻ ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ്. സോ ഞാൻ ഡെസ്ക്ടോപ്പായി ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് യൂസറിലേക്ക് UI വെച്ച് തന്നെ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് ഞാൻ LS അടിച്ചപ്പോൾ എനിക്കവിടെ ഡെസ്ക്ടോപ്പും ഡൗൺലോഡ്സും ഒക്കെ ഓട്ടോമാറ്റിക്കായി വന്നു. അതായത് ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റിലൂടെയാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തതാണ് ഞാനിപ്പോൾ ടെസ്റ്റ് യൂസറിൽ നിൽക്കുന്നത്. നേരത്തെ ഞാൻ ഉണ്ടായിരുന്നത് ലാബ് അഡ്മിൻ എന്ന ആ ഒരു യൂസറിൻ്റെ UIയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഉള്ളത് ടെസ്റ്റ് യൂസറിൻ്റെ ഡെസ്ക്ടോപ്പിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്നതോടുകൂടിയാണ് എനിക്ക് വേണ്ട ഡൗൺലോഡ്സ്, മ്യൂസിക്, ഈ പോകുന്ന പബ്ലിക് പിക്ചേഴ്സൊക്കെ പോലത്തെ ഒരുപാട് നമുക്ക് വേണ്ട
ഡയറക്ടറീസ് അത് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമ്മളപ്പോൾ LS അടിച്ചു. LS അടിച്ചപ്പോൾ എല്ലാ ഡയറക്ടറികളും നമുക്ക് ജസ്റ്റ് കണ്ടു. LS-A അടിച്ചു. അപ്പോൾ അത് ഹൈഡായി കിടക്കുന്ന ഫയലുകളെ നമുക്ക് കാണിച്ചു തരാനാണ് LS-A എന്ന കമാൻഡ് നമ്മൾ അടിക്കുന്നത്. LS-L എന്ന ഒരു കമാൻഡ് ഉണ്ട്. ഇത് നമ്മുടെ ഏതൊക്കെ അതായത് എല്ലാ ലിസ്റ്റേയും അതിൻ്റെ കൂടെ ഇതിൻ്റെ ഫയൽ പെർമിഷനും ഡേറ്റും എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ലിസ്റ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ LS-L അടിക്കുന്നത്. ഇനി LS-LH എന്നതാണ് അടുത്ത കമാൻഡ്. LS-LH നമുക്ക് ഹ്യൂമൻ റീഡബിളായിട്ട് അതിൻ്റെ സൈസ് കാണാൻ വേണ്ടിയിട്ടാണ് LS-LH എന്നടിക്കുന്നത്. അടുത്തത് നമുക്ക് mkdir എന്നതാണ് കമാൻഡ് നോക്കുന്നത്. മേക്ക് ഡയറക്ടറി, അതായത് പുതുതായിട്ടൊരു ഡയറക്ടറി ഉണ്ടാക്കാനാണ് നമുക്ക് mkdir എന്ന ഈ ഒരു കമാൻഡ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ mkdir IT വർക്ക്ഷോപ്പ് എന്ന ഒരു പുതിയ ഡയറക്ടറി ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് അവിടെ കാണാവുന്നതാണ്. അടുത്തതായി എനിക്ക് mkdir -p എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം KTU 2024 സ്കീം ദെൻ S2 IT വർക്ക്ഷോപ്പ് എന്ന് ഞാൻ കൊടുത്തു. ഇതിൻ്റെ ആവശ്യം എന്തെന്നാൽ പാരൻറ്റ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് ഒരു ഡയറക്ടറി സ്ട്രക്ചർ ഉണ്ടാക്കാനാണ് -p എന്ന കമാൻഡ്. ആ -p അവിടെ കൊടുത്തില്ലെങ്കിൽ ഈ ഡയറക്ടറി ഉണ്ടായി വരില്ല. ഇപ്പോൾ KTU എന്ന് അവിടെ ഒരു KTU എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് KTU -LS-R എന്ന കമാൻഡുണ്ട്. അതായത് റിക്കേഴ്സീവ്ലി നമുക്ക് കാണാനാണ് LS-R എന്ന കമാൻഡ്. അപ്പോൾ KTUൻ്റെ ഉള്ളിൽ റിക്കേഴ്സീവ്ലി നമുക്ക് കാണാനാണ് നമുക്ക് കാണിച്ചു തരുന്ന കമാൻഡാണ് LS-R. ഓക്കെ, ഇപ്പോൾ നോക്കി കാണാവുന്നതാ KTU എന്ന ആ ഒരു ഇതിലുള്ള കംപ്ലീറ്റ് ഡയറക്ടറീസും ഫയൽസും ഒക്കെ നമുക്ക് ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് കാണാം. ഇനി നമുക്ക് CD IT വർക്ക്ഷോപ്പ് എന്ന ആ ഒരു ഡയറക്ടറിയിലേക്ക് കയറി CD _ അടിച്ചു. എന്ത് ചെയ്തു? ഞാൻ അതിൽ നിന്ന് തിരിച്ചു പോന്നു. ഓക്കെ, ഇനി ഞാൻ CD KTU അടിച്ചു. KTUയിലേക്ക് പോയി. അതായത് ഈ CDയും LSഉം വെച്ച് നമ്മൾ ഇവിടെ നാവിഗേറ്റ് ചെയ്യുന്നതാണ് ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ IT വർക്ക്ഷോപ്പിലേക്ക് ഓരോരോ CD അടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. CD _ അടിച്ച് തിരിച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് CD 2024 സ്കീം S2 bar അതായത് ഒറ്റയടിക്ക് എനിക്ക് നാവിഗേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? CD എന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കോപ്പിയാണ്. അതായത് CP എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ് നോക്കുന്നത്. അതിന് ഞാൻ ആദ്യം ടച്ച് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടച്ച് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു പുതിയ ഫയൽ empty ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ടച്ച് itw.not.txt എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കുന്നു. ഇനി CP itw.not.txt എന്ന് പറഞ്ഞ് അടുത്ത ഡയറക്ടറി ഏതാണോ അത് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ കോപ്പി ചെയ്യുന്നു. KTUയിലേക്കും 2024 സ്കീം എന്ന ഫോൾഡറിലേക്കും എല്ലാത്തിലേക്കും ഞാൻ എന്ത് ചെയ്യുന്നു? ഈ itw.not.txt എന്ന ഫയലിനെ എന്ത് ചെയ്യുന്നു? ഞാൻ എല്ലാ ഫോൾഡറിലേക്കും ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കോപ്പി ചെയ്ത് വെക്കുന്നു. അതിനുശേഷം LS-R KTU എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ റിക്കർസീവ്ലി എല്ലാ ഫയൽസിനെയും അല്ലെങ്കിൽ ആ ഡയറക്ടറി മൊത്തം കാണുന്നു. അത് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, അതിൽ എന്തൊക്കെ ഫയലുകളുണ്ട് എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ LS-R എന്ന കമാൻഡ് യൂസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞാനത് കോപ്പി ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മൂവാണ്. മൂവ് 2 പർപ്പസിന് യൂസ് ചെയ്യും. ഒന്ന് മൂവ് ചെയ്യാൻ, രണ്ടാമത് റീനെയിം ചെയ്യിക്കാനും ഈ ഒരു സെയിം കമാൻഡ് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. MB itw.not.txt എന്ന ഫയൽ എടുക്കുന്നു. അതിന് ഞാനെടുത്ത് dupe.not.txt എന്നാക്കി മാറ്റി. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ LS ലിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ഡ്യൂപ്പ് നോട്ട് മാത്രമാണ്. itw.not എന്ന ആ ഫയൽ അവിടെ ഇല്ല. അതായത് അത് റീനെയിം ചെയ്തു.
ആദ്യം കറണ്ട് നെയിം കൊടുക്കുന്നു, ശേഷം നമുക്ക് വേണ്ട നെയിം കൊടുക്കുന്നു MV കമാൻഡ് യൂസ് ചെയ്ത്. ഓക്കെ, ഇനി ഞാൻ CP കമാൻഡ് ഉപയോഗിച്ച് ഡ്യൂപ്പ് നോട്ടിനെ എന്ത് ചെയ്യുന്നു, IT നോട്ടാക്കി എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. അപ്പോൾ IT നോട്ടും ഡ്യൂപ്പ് നോട്ടും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ MV കമാൻഡ് യൂസ് ചെയ്യുന്നു, ഡ്യൂപ്പ് നോട്ട് എടുത്തു, ഡ്യൂപ്പ് നോട്ട് .txt എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം KTU എന്ന ഫോൾഡർ എടുക്കുന്നു. ആ ഫോൾഡറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, മൂവ്ഡ് നോട്ട് .txt എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂപ്പ് നോട്ട് അവിടെ കാണുന്നില്ല. അത് ഞാൻ LS_KTU അടിക്കുമ്പോൾ അതിൽ ITW നോട്ടും ഉണ്ട്, മൂവ് നോട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഡ്യൂപ്പ് നോട്ടിനെ മൂവ്ഡ് നോട്ട് എന്ന പേര് എന്ത് ചെയ്തു, KTU എന്ന ഫോൾഡറിലേക്ക് ഞാൻ മൂവ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഗ്രപ്പാണ്. ഗ്രപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്, കമാൻഡ് യൂസ് ചെയ്യുന്നത് സെർച്ച് ചെയ്യാനാണ്. അത് ഞാൻ ഒരു ഫയൽ എന്നൊരു ഡയറക്ടറി ഉണ്ടാക്കുന്നു. അതിലേക്ക് ഞാൻ നാവിഗേറ്റ് ചെയ്യുന്നു CD കമാൻഡ് യൂസ് ചെയ്തിട്ട്. PWD എന്നൊരു കമാൻഡ് ഉണ്ട്, പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. ഇപ്പോൾ ഞാൻ എവിടെയാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി ഉള്ള ഒരു കമാൻഡാണ് PWD. അതിനുശേഷം CAT എന്ന ഒരു കമാൻഡ് ഉണ്ട്. ഇത് നമുക്ക് ഒരു ഫയലിലേക്ക് ടെർമിനൽ ഉപയോഗിച്ച് ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ കാണാനും ഒക്കെ ഉള്ള ഒരു കമാൻഡാണ്. അതായത് ടെർമിനലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ എൻ്റർ ചെയ്യാനും ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനും ഒരു ഫയലിലേക്ക് എൻ്റർ ചെയ്യാനും അത് കാണാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് CAT. അപ്പോൾ CAT ഞാൻ ആൻഡ് ബ്രാക്കറ്റ് ഇട്ട് അതിനുശേഷം man.txt എന്ന് പറഞ്ഞ ഒരു മാനുവലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മാനുവൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലുള്ള ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്തെടുക്കുന്നു. സിമ്പിളായിട്ട് ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ആ man.txt-ലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യുമ്പോൾ ടെർമിനൽ Ctrl+Shift+V അടിച്ചിട്ട് വേണം നമ്മൾ. അതിനുശേഷം Ctrl+Z അടിച്ച് ഈ ഒരു CAT എൻ്റർ ചെയ്യുന്ന ഇതിൽ നിന്ന് തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലിയർ ചെയ്തു. അപ്പോൾ ആ ഒരു CAT.man നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ അടിച്ചു വെച്ച ഫുൾ ഡാറ്റയും നമുക്ക് കാണാവുന്ന ചെയ്യാം. ഫയലിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനും ഫയലുള്ളത് കാണാനും, അതായത് ടെർമിനൽ ഉപയോഗിച്ച് കാണാനും വേണ്ടിയാണ്. അപ്പോൾ CAT man.txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള ഡാറ്റ കാണാൻ പറ്റുമെങ്കിൽ 2 ആംഗിൾ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം CAT 2 ആംഗിൾ ബ്രാക്കറ്റ് ദെൻ man.txt കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ലൈൻ കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ലൈൻ എന്നത് ഈ ആദ്യം കൊടുത്ത ഡാറ്റയോട് കൂടി തന്നെ അപ്പെൻഡ് ചെയ്തു വന്നു. അല്ലാതെയാണെങ്കിൽ ചിലപ്പോൾ ഡാറ്റ മിസ്സായിട്ടായിരിക്കും നമ്മൾ അടുത്ത ഡാറ്റ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, grep mv man.txt എന്നതാണ് എൻ്റെ ആദ്യത്തെ കമാൻഡ്. grep മൂവ് എന്ന ഈ ഒരു കമാൻഡാണ് നമുക്ക് man.txt നിന്ന് കാണുന്നത്. അത് 3 വരികളിലായിട്ട് ലൈനിലായിട്ടാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എത്ര തവണ ഈ ഒരു MV എന്ന നമ്മൾ കൊടുത്ത ലെറ്റർ റിപ്പീറ്റ് ചെയ്തു എന്നാണ് അറിയേണ്ടത്. അതിന് -C എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. -N എന്നടിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ലൈനിലാണ് നമ്മുടെ ആ ഒരു നമ്മൾ കൊടുത്ത് ഉദ്ദേശിച്ച് സെർച്ച് ചെയ്യുന്ന ഡാറ്റ ഉള്ളത്. ഇപ്പോൾ 45, 46, 48 ലൈനുകളിലാണ് MV എന്ന കമാൻഡ് അല്ല MV എന്ന ഒരു നമ്മൾ സെർച്ച് ചെയ്യുന്ന വേർഡ് ഉള്ളത് എന്ന് കാണാം. MVO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം കാണിക്കാനാണ് grep O എന്ന് കാണിക്കുന്നത്, -O എന്നിടുന്നത്. ഇപ്പോൾ MV മാത്രം 3 തവണ കാണിച്ചു. ഓക്കെ, ഇനി MV -V ആണുള്ളത്. -V grep -V കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊഴിച്ച് ഉള്ളതാണ് കിട്ടുക, ആ വേർഡ് ഒഴിച്ചുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ chmod നോക്കുമ്പോൾ അതിൻ്റെ ലൈൻസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നു. chmod ഉള്ളത് 84 ദെൻ നമുക്ക് എന്ത് ചെയ്യുന്നു,
MKDER നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 108. ഇതുപോലെ നമുക്ക് ഉദ്ദേശിക്കുന്ന വേർഡ് ഒരു ഫയലിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കാനാണ് grep എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് RMDER എന്ന കമാൻഡാണ്, റിമൂവ് ഡയറക്ടറി. ഓക്കെ, അപ്പോൾ ഈ RMDER എന്ന കമാൻഡ് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറക്ടറി നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ ഞാൻ RMDER K2 എന്ന് കൊടുത്തു, പക്ഷേ ആ ഡയറക്ടറി എനിക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, MKDER വെച്ചൊരു empty ഫോൾഡർ എന്നൊരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു. RMDIR എന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഉള്ള empty ഫോൾഡറിനെ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഡിലീറ്റായി പോയി കാണാം. അതായത് empty ഫോൾഡർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, RMDER എന്ന കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി അത് അല്ല എങ്കിൽ RM-R എന്ന ഒരു കമാൻഡ് ഉണ്ട്. റിമൂവ് എന്ന കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. RM-R റിക്കേഴ്സീവ്ലി ഡിലീറ്റ് ചെയ്യുവാണ് K2 എന്നതിനെ. ഓക്കെ, ഇനി ജിയോ എന്ന ഒരു കമാൻഡ് ഉണ്ട്, ജിയോ ട്രാഷ്. ഫയൽ എന്ന ഒരു ഡയറക്ടറി ഞാൻ എന്ത് ചെയ്തു, ട്രാഷ് ചെയ്തു. ഇനി അത് എന്ത് ചെയ്യാം, ട്രാഷിൽ എനിക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ട്രാഷിൽ ആ ഒരു ഫയൽ കാണാം, ഫയൽ എന്ന ആ ഒരു ഫോൾഡർ ഡയറക്ടറി കാണാം. ഞാനതിന് എന്ത് ചെയ്യുന്നു, മാനുവലി പോയി റീസ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫയൽ പെർമിഷനാണ്. അതിനുള്ള കമാൻഡാണ് chmod. chmod എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഫയൽ പെർമിഷൻ സെറ്റ് ചെയ്യുന്നത്. -L എന്നടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പെർമിഷനോട് കൂടിയുള്ള ലിസ്റ്റിംഗ് ആണ് കാണിക്കുക. അതിലെങ്ങനെ കാണിക്കുന്നുണ്ടാവും, RWX. ഇവിടെ -. ഇട്ട് RWX എന്ന് കാണിക്കുമ്പോൾ ഇതൊരു ഫയലിനെയാണ് സൂചിപ്പിക്കുന്നത്. -. ആദ്യം D കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഡയറക്ടറിയാണ് സൂചിപ്പിക്കുന്നത്. RWX എന്നിങ്ങനെ നിരത്തി എഴുതിയതായിരിക്കും നമുക്ക് കാണുക. അതിൽ ആദ്യത്തെ RWX എന്ന് പറയുന്നത് ഓണറിൻ്റെ പെർമിഷൻ ആയിരിക്കും. രണ്ടാമത്തെ RWX എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ പെർമിഷൻ ആയിരിക്കും. മൂന്നാമത്തെ RWX എന്ന് പറയുന്നത് അതേഴ്സ്, അതായത് ഈ ഗ്രൂപ്പിലും ഓണറും ഒന്നുമല്ലാത്ത മറ്റ് യൂസേഴ്സിൻ്റെ പെർമിഷൻ എന്താണെന്നാണ് ഈ അടുത്ത മൂന്നാമത്തെ RWX പറഞ്ഞത്. R എന്ന് പറയുന്നത് റീഡ്, റൈറ്റ്, W, എക്സിക്യൂട്ട് എന്നുള്ളതാണ് X എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെയാണ് പെർമിഷൻ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ RWXൽ റീഡ് ഓൺലി ആണെങ്കിൽ നമ്മൾ 100 ആക്കി വെക്കും. റൈറ്റ് ഓൺലി ആണെങ്കിൽ 0 ആക്കും. Wൻ്റെ താഴെ മാത്രം 1 ഇട്ട് രണ്ട് സൈഡിലും 0 ഇട്ട് കൊടുക്കും. എക്സിക്യൂട്ട് ഓൺലി ആണെങ്കിൽ 001 ആയിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ ഈ 100നെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 4 എന്ന നമ്പർ കിട്ടും. അതേപോലെ തന്നെ 010ന് നമുക്ക് 2 എന്ന ഡെസിമൽ നമ്പർ കിട്ടും. എക്സിക്യൂട്ട് ഓൺലി ആണെങ്കിൽ അതെങ്കിൽ 001 എന്നതിന് നമുക്ക് 1 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഫുൾ 1 ആണെങ്കിൽ അത് 7 എന്ന നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു നമ്പർ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് എക്സിക്യൂട്ട് ആണ് റീഡ് ആണെങ്കിൽ നമുക്ക് 4 എന്ന നമ്പർ കൊടുക്കാം, റൈറ്റ് ആണെങ്കിൽ 2 കൊടുക്കാം, എക്സിക്യൂട്ട് ആണെങ്കിൽ 1 കൊടുക്കാം. അപ്പോൾ ഇതനുസരിച്ചാണ് നമുക്കിത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 7 കൊടുക്കുന്നത് ഈ ഒരു സെറ്റിന് വേണ്ടിയായിരിക്കും. രണ്ടാമത്തെ 7 അല്ലെങ്കിൽ രണ്ടാമത്തെ ഫുൾ 7 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അതേഴ്സിന് ഗ്രൂപ്പിന് നമുക്ക് എന്ത് ചെയ്യും, ഫുൾ പെർമിഷൻ കിട്ടും. ഈ അവസാനത്തെ 7 കൊടുക്കുന്നത് ഈ ഒരു അതേഴ്സ് എന്ത് പെർമിഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, വളരെ സിമ്പിളാണ് ഈ കാര്യങ്ങൾ. ഇത്രയും വളരെ സിമ്പിളായൊരു കാര്യമാണ്. ഈ ഒരു 7 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ 1 കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് റീഡും റൈറ്റും മാത്രമേ ഉള്ളൂ എങ്കിൽ 4ഉം 2ഉം കൂട്ടിയാൽ മതി. അപ്പോൾ 6 കിട്ടും. 4ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും, 110 കിട്ടും. അപ്പോൾ 6 കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിവിടെ 6 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ റീഡും റൈറ്റും മാത്രമാവും, എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല ഫയൽ. അങ്ങനെയാണ് ഈ 7 വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ 5 കൊടുക്കുന്നതെങ്കിൽ 4ഉം 1ഉം റീഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓണർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ റീഡും എക്സിക്യൂട്ടും ആണെങ്കിൽ 4ഉം 1ഉം 5 ആയിരിക്കും ആദ്യത്തെ വാല്യൂ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ
എങ്ങനെയാണോ ഇത് സെറ്റ് ചെയ്യാൻ അതേഴ്സിന് പിന്നെ നമ്മൾ 7 സെറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഫുൾ പെർമിഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യാൻ മാത്രമേ പെർമിഷൻ ഉള്ളെങ്കിൽ നമുക്ക് 4 ആക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതേഴ്സിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഇത്ര മാത്രമേ ഈ ഒരു പെർമിഷൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, mkdir എന്ന കമാൻഡ് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് എന്നൊരു പുതിയ ഡയറക്ടറി ഉണ്ടാകുന്നു. ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ആ ടെസ്റ്റ് എന്ന ഡയറക്ടറി അവിടെ കാണാം. -l അടിക്കുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് അടിക്കുമ്പോൾ അതിൽ ഏകദേശം റൈറ്റ് ചെയ്യാനുള്ള അതേഴ്സിന് മാത്രം റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ബാക്കി എല്ലാവർക്കും ഫുൾ പെർമിഷൻ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, chmod 00 ടെസ്റ്റ് ആക്കുന്നു. അതോടുകൂടി ആർക്കും ഒരു പെർമിഷനും ഇല്ലാതെയായി. അപ്പോൾ നമുക്ക് ഓണറായി ഞാൻ തന്നെ പോയി നോക്കുമ്പോൾ തന്നെ അവിടെ പെർമിഷൻ ഇല്ല, ലോക്ക് ചിഹ്നം കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഓണർക്ക് എന്ത് ചെയ്യുന്നു 700 മാറ്റുന്നു. അപ്പോൾ 700 ഇടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓണറായി എനിക്ക് എന്ത് ചെയ്യുന്നു, ഫുൾ പെർമിഷൻ കിട്ടുന്നു. ഓക്കെ, 500 ഇട്ടപ്പോൾ നമുക്ക് നേരത്തെ നോക്കി വെച്ചാൽ ആ പെർമിഷൻ, അതായത് എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന, നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടി. ആഡ് യൂസർ നമ്മൾ നേരത്തെ നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പോൾ അതാണ് ഇനി നമുക്ക് അടുത്തതായി നോക്കാനുള്ളത്. sudo passwd ടെസ്റ്റ് യൂസർ എന്നതാണ്. അത് കൊടുക്കുമ്പോൾ ടെസ്റ്റ് യൂസറിൻ്റെ പാസ്വേഡ്, അതായത് ഈ ഇരിക്കുന്ന നമ്മൾ കയറിയിരിക്കുന്ന അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പുതിയ പാസ്വേഡ് ടൈപ്പ് ന്യൂ പാസ്വേഡ് കൊടുക്കുന്നു. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഹിസ്റ്ററി എന്ന കമാൻഡാണ്. ഇതുവരെ നമ്മൾ ടൈപ്പ് ചെയ്ത എല്ലാ കമാൻഡുകളും നമുക്ക് കാണാൻ കഴിയുന്ന കമാൻഡാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി -c എന്ന കമാൻഡ് അടിക്കുന്നതോടുകൂടി ഇതുവരെയുള്ള സ്റ്റോർ ചെയ്യപ്പെട്ട എല്ലാ കമാൻഡുകളും എന്ത് ചെയ്യും, ഡിലീറ്റ് ആയിക്കോവും. ഇപ്പോൾ ക്ലിയറും ഹിസ്റ്ററിയും മാത്രമേ ഉള്ളൂ. അടുത്തത് msg എന്നിട്ടുള്ളൊരു കമാൻഡാണ്. ഇത് ഡിസ്പ്ലേ കേർണൽ മെസ്സേജിനെ കാണിക്കാൻ വേണ്ടി, കേർണൽ മെസ്സേജ് നമുക്ക് കാണാൻ വേണ്ടി ഉള്ളതാണ്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ജസ്റ്റ് മാത്രമേ നമുക്കുള്ളൂ. dms grep cpu എന്ന് കൊടുക്കുന്നു. പക്ഷെ അത് വർക്ക് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർ യൂസറായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് വർക്ക് ചെയ്യാൻ sudo കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് CPU റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ കുറേ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് അത് മാത്രം നോക്കി നമുക്ക് അടുത്ത കമാൻഡ്സിലേക്ക് പോകാം. CPU info നോക്കാനാണ്. അത് നമ്മൾ cat proc CPU info എന്ന ആ ഒരു ഫയലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ CPU ഇൻഫർമേഷൻ ഉണ്ട്. എൻ്റെ ഈ സിസ്റ്റം AMD Ryzen 5 ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ഡാറ്റയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സിസ്റ്റം ഇൻഫർമേഷൻ. അതായത് u9 -a എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. du എന്ന കമാൻഡാണ്. ഡിസ്ക് യൂസ്ഡ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാനാണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഹോമിൽ പോയി du ടെസ്റ്റ് യൂസർ, എൻ്റെ മൊത്തം ഈ യൂസർ എത്ര ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി du -sh ടെസ്റ്റ് യൂസർ എന്ന കമാൻഡ് കൊടുക്കും. 235 MB ഡാറ്റയാണ് എൻ്റെ ഈ ഒരു യൂസർ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഒരു ഡയറക്ടറി ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനുള്ള കമാൻഡാണ് du എന്നത്. ഇത് നമ്മുടെ സിലബസിൽ പറയുന്നതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഡേറ്റ് എന്നൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് കറക്റ്റ് ഡേറ്റ് അറിയാനാണ്. എന്നാൽ ടൈം എന്ന ഒരു കമാൻഡ് ഉണ്ട്. ടൈം എന്ന് പറയുന്നത് ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് കിട്ടാനാണ് ടൈം എന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈം ls എന്ന ls -r ടെസ്റ്റ് യൂസർ എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് അത് വർക്ക് ചെയ്യാൻ എത്ര സമയമെടുത്തു എന്നതാണ് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ടൈം എന്ന കമാൻഡ്. ഓക്കെ, ഈ റൈറ്റ് യൂസർ നെയിം അല്ലെങ്കിൽ റൈറ്റ് എന്ന കമാൻഡ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. കാരണം നമുക്ക് രണ്ട്
യൂസർ അറ്റ് എ ടൈം ലോഗിൻ ചെയ്ത് സെനാരിയോയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ എഫ് ഡിസ്ക് ആണ്. ഡിസ്ക് പാർട്ടീഷൻ ടൂളാണ്. ഇതിൽ നമ്മൾ അധികമൊന്നും കളിക്കുന്നില്ല, കാരണം പാർട്ടീഷൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. സ്യൂഡോ എഫ് ഡിസ്ക് -L എന്ന കമാൻഡ് കൊടുത്ത് നിങ്ങളുടെ കറണ്ട് സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടീഷനുകളും നിങ്ങളൊന്ന് കാണുക. അതിൻ്റെ അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. ഇങ്ങനെ ഒരു കമാൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യാൻ ഉപയോഗിക്കാമെന്നത്. നിങ്ങൾക്ക് അത് കൂടുതൽ റെഫറൻസൊക്കെ വച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കമാൻഡ് കൈകാര്യം ചെയ്യുള്ളൂ. ലാബുകളിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വോയിസിനൊക്കെ പ്രശ്നം വരാൻ മിസ്റ്റേക്ക് കാണിക്കും നമുക്ക്. അതുകൊണ്ട് അത് കൂടുതൽ നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ ഒരു കമാൻഡ് ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം എല്ലാ കമാൻഡ്സും നോക്കി, ലിനക്സ് കമാൻഡ്സ് ഏകദേശം നോക്കി. ഓക്കെ, താങ്ക് യു.